ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ്. പഴുത്ത ചക്ക കൊണ്ട് നമുക്കൊരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൊരു പലഹാരമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ചക്ക വേണം, നല്ല പഴുത്ത ചക്ക. ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു 6 ചുള ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, അരച്ചെടുക്കണ ജാറ്, അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ചക്കയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇതുപോലെ എടുത്തിട്ട് ഇനി ഇതിലേക്ക് മധുരം വേണം. അപ്പോൾ ചക്കയിൽ മധുരം ഉണ്ടെങ്കിലും ഇതിലേക്ക് കുറച്ചും കൂടെ മധുരം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം മധുരം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് വേണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കണം. വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർക്കാണ്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇത് നമുക്ക് കട്ടകളൊന്നും ഇല്ലാണ്ട് ഇതേപോലെ അരച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്യേണ്ടതിന് അപ്പോൾ ഇത്തിരി വലിയൊരു ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് ഈ അരച്ചത് ഇതുപോലെ മാറ്റാം. ഇനി ഇതിലേക്ക് പൊടി ഇടണം. അപ്പോൾ ഞാനിവിടെ ആട്ടപ്പൊടിയാണ് ഇടുന്നത്. അരിപ്പൊടിയും വെച്ചിട്ട് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ആട്ടപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ആട്ടപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് അളവൊന്നുമില്ല, അത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് 2 കയ്യിൽ ഇതുപോലെ ആട്ടപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഇത് ബാറ്റർ കറക്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് നല്ല വീർത്ത് നല്ല ബോണ്ടൊക്കെ പോലെ വരുള്ളൂ. ഇപ്പോൾ ആദ്യം നമ്മൾ 2 കയ്യിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടുതൽ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കിത് പാകം കറക്റ്റായിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെയും പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇനി 2 കയ്യിലൊന്നും ഇടരുത്, ഒരു കയ്യിൽ പൊടിയും കൂടെ ഒന്ന് ഇട്ട് നോക്കുക ആദ്യം. എന്നിട്ട് കറക്റ്റായെങ്കിൽ നിർത്തുക, അല്ലെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു കയ്യിൽ ഈ ഒരു കയ്യിലും കൂടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം നമുക്ക് ബാറ്റർ കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കായ പൊടിച്ചത്, ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതിന് അത് ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഇടുക, അല്ലാത്തവർ ഒഴിവാക്കുക. ഇപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കൊന്നും വേണ്ട, ഇപ്പോൾ തന്നെ നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിത് കുറേശ്ശെ ഈ ബാറ്റർ ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ബാറ്റർ കൈ കൊണ്ടൊക്കെ ഇടുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ തിരിച്ച് ഒട്ടിപ്പിടിച്ച് ഇതാവും. അപ്പോൾ നമുക്കിതുപോലെ ടീസ്പൂൺ കൊണ്ട് നമുക്ക് എത്ര അളവിലുള്ള ഇതാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ കുറേശ്ശെ ടീസ്പൂൺ കൊണ്ട് തന്നെ ഇട്ടാൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ അധികം വലുതാക്കി ഉണ്ടാക്കണ്ട. നമ്മൾ ബോണ്ടയുടെ അളവിലൊന്നും അധികം വലുതാക്കി ഉണ്ടാക്കിയ ഉൾഭാഗമൊന്നും ശരിക്കും വെന്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ ചെറിയ അളവിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം വേവുമ്പോൾ അപ്പുറം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. ഇത് നന്നായി വീർത്ത് ഇതുപോലെ നല്ലൊരു പരിവായിട്ട് വരും. അപ്പോൾ അതനുസരിച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഉള്ളൊന്നും ശരിക്കും വേവില്ല, പുറം ഭാഗമൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ അതിനനുസരിച്ച് ഫ്ലെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് വറുത്തെടുക്കണം. ഇപ്പോൾ ഒരു ഭാഗം 2 ഭാഗം ഇതുപോലെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനി കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുഴിയപ്പത്തിൻ്റെ പോലെ അത്രയ്ക്കധികം ഇൻഗ്രീഡിയൻസും അധികം പണിയും ഇല്ല. അതുപോലെ ബോണ്ടയുടെ പോലെയും കുറേ പണിയും ഇൻഗ്രീഡിയൻസൊന്നും ഇല്ല. ഇത് നമുക്ക് എന്നാൽ ബോണ്ടയേക്കാളും കുഴിയപ്പത്തിനേക്കാളൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ചക്കയും ഗോതമ്പ് പൊടിയൊക്കെ ആയ കാരണം. പിന്നെ പെട്ടെന്ന് 3 ഇൻഗ്രീഡിയൻസ് അല്ലേ നമുക്ക് വേണ്ടൂ. ചക്കയും അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ പഞ്ചസാരയും മതി. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ചക്ക കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ എളുപ്പമായതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ 2 ട്രിപ്പ് ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ ഇതുപോലെ മുഴുവനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ചക്ക കൊണ്ടുള്ള ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കുഴിയപ്പത്തേക്കാളും കുറച്ചും കൂടെ വലുതാണ്, എന്നാൽ ബോണ്ടയുടെ അത്രയ്ക്ക് വലിപ്പമില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുക. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.